അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തറാനേ മില്ലിയിലെ മഗ്രിബ് की वादियों में गूंजी अदा हमारी തംതാനത കിസി സേ സൈല റവാ ഹമാര എന്ന് നമ്മൾ പറഞ്ഞ് ലാസ്റ്റ് അതാ പറഞ്ഞ് അല്ലേ. അഥവാ പാശ്ചാത്യ രാജ്യങ്ങളുടെ തായ്വാരങ്ങളിൽ പോലും നമ്മൾ മുസ്ലിങ്ങൾ ബാങ്ക് വിളിച്ചിട്ടുണ്ട്. ആ ഒരു നിലക്കാത്ത പ്രവാഹമായി എന്നെന്നും തുടർന്നിട്ടുണ്ട്. ഞങ്ങളുടെ ശബ്ദങ്ങളെ, അതുപോലെ ഞങ്ങളുടെ ആ ഒരു ശക്തിയെ ജയിച്ചടക്കാൻ മറ്റൊരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഇന്ന് പറയാനുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇന്ന് പറയാനുള്ളത് ഞാൻ ആദ്യം പാടാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ അല്ലേ? കേൾക്കൂലേ? बातिल से दबने वाले ये आसमां नहीं, हम 100 बार कर चुका है तो इम्तिहान हमारा. ये गुलिस्तान अंदलुस वो दिन है याद तुझको, था तेरी ढालियों में जब आशिया हमारा. ए मौजद जिलतो भी पहचानती है हमको, अब तक है तेरा दरिया अफसान ख़ा हमारा. चीनो अरब हमारा, हिंदुस्तान हमारा, मुस्लिम है हम वतन है സാരേ ജഹാ ഹമാരാ. അപ്പോൾ ബാത്തിൽ സെ ദബ്നെ വാലെ, ബാത്തിലിനാൽ അമർന്ന ആളുകളെ, ബാത്തിൽ കൊണ്ടാണ് അമർന്ന് നിൽക്കുന്ന ആളുകളെ. ദബ്ന പറഞ്ഞാൽ അമരുക, അമർന്നു പോവുക. അപ്പൊ ബാത്തിൽ കൊണ്ട് അമർന്നു പോയ ആളുകളെ, ഹക്ക് തീരെ മനസ്സിന്റെ അന്തരാളങ്ങളിലേക്ക് കടത്താത്ത ആളുകളെ, സത്യത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ, ബാത്തിൽ കുളിച്ചിരിക്കുന്ന ആളുകളെ. ഏ ബാത്തിൽ സദബിനെ വാലെ ആസ്മാനൈഹം, ഞങ്ങൾ ആകാശങ്ങളല്ല, ഞങ്ങൾ ആകാശങ്ങളല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ആകാശങ്ങളിൽ ഭൂമിയിൽ നിന്നും പോകുന്ന എല്ലാ സാധനങ്ങളും അങ്ങോട്ടെത്തൂല്ലേ? പൊടിയും കാറ്റും ചളിയും പല ഐറ്റംസും ഉണ്ടാവും, മൊത്തം അല്ലേ, എല്ലാം അവിടേക്ക് എത്തുക. അപ്പോൾ ആസ്മാൻ എന്നുള്ളത് ഒരു രീതിയിൽ പറയുമ്പോൾ കറ പുരണ്ട് കിടക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും കാർമേഘങ്ങൾ ഇരുണ്ട് മൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ എന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ബാത്തിലാകുന്ന കാർമേഘങ്ങൾ കൊണ്ട് മൂടപ്പെട്ടതല്ല. ആകാശത്തെ പോലെയുള്ള ഹൃദയമല്ല ഞങ്ങളുടേത്, തെളിഞ്ഞ ഹൃദയമാണ്. മനസ്സിലായല്ലോ? സോബാർ കർ ചുക്കാ ഹേ തോ ഇംതിഹാൻ ഹമാര. സോബാർ കർ ചുക്കാ ഹേ, 100ഓളം പ്രാവശ്യം കഴിഞ്ഞിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. സോബാർ എന്ന് പറഞ്ഞാൽ 100 പ്രാവശ്യം, കർ ചുക്കാ ഹേ പറഞ്ഞാൽ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ 100ഓളം പ്രാവശ്യം പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്ത്? തോ ഇംതിഹാൻ ഹമാര, ഞങ്ങളുടെ എക്സാം, ഞങ്ങളുടെ പരീക്ഷണം 100ഓളം പ്രാവശ്യം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബാത്തിലിനെതിരെ, അസത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത് പാരമ്പര്യമുള്ള ആളുകളാണ് ഞങ്ങൾ. അത് ഞങ്ങളുടെ പ്രപിതാക്കന്മാർ, ഞങ്ങളുടെ വല്യുപ്പമാർ, അവരൊക്കെ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. 100ഓളം പ്രാവശ്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഈ തലമുറ വരുന്നേ എന്ന് പറഞ്ഞാൽ അന്ന് മുതലേ, പണ്ട് മുതലേ ഞങ്ങൾ ബാത്തിലിനെതിരെ നിലകൊള്ളുന്ന ആളുകളാണ്. ആ പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ എന്നോ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പക്ഷേ ആ പരീക്ഷണത്തിലൊക്കെ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. എത്രയോ തവണ ഞങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ബാത്തിലിനെതിരെ നിലകൊള്ളുന്ന ആളുകളാണ്. അല്ലാതെ ആകാശങ്ങളിൽ തിങ്ങിക്കൂടുന്ന പൊടിപടലങ്ങളും പുകപടലങ്ങളും എന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളുടെ അന്തരാളങ്ങളിൽ ബാത്തിലുണ്ടാകില്ല, തടിച്ചു കൂടൂല.
തെളിഞ്ഞ ഹൃദയമാണ് ഞങ്ങളുടേത് എന്ന് പറയാനാണ് കവി അങ്ങനെ പറയുന്നത്. ഏ ഗുലിസ്ഥാൻ അന്ദുലസ് वो दिन है याद तुझको ता तेरी टालियों में जब आशिया हमारा. ഏ ഗുലിസ്ഥാൻ അന്ദുലസ്, സ്പെയിൻ ഗാർഡൻ. ഗുലിസ്ഥാൻ പറഞ്ഞ ഗാർഡൻ, പൂന്തോട്ടം. സ്പെയിനിന്റെ പൂന്തോട്ടമേ, वो दिन है याद तुझको, ആ ദിവസങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടാകും. സ്പെയിൻ ദേശമേ, സ്പെയിൻ ദേശമേ, ആ ദിവസങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടാകും. ഏ ഗുലിസ്ഥാനെ അന്ദുലുസ്, സ്പെയിൻ പൂന്തോട്ടമേ, വോ ദിൻ, ആ ദിവസം, തുജുക്കോ യാദ് ഹൈ, നിനക്ക് ഓർമ്മയുണ്ടാകും, ഓർമ്മയുണ്ട്. ആ ദിവസം ഏതാണ്? ആ ദിവസം തേരി ടാലിയോമേ, നിന്റെ കൊമ്പുകളിൽ, ജബ് ആശിയാൻ ഹമാരാത്ത, എപ്പോഴാണോ ഞങ്ങൾ കൂടുകൂട്ടിയിരുന്നത്, നിന്റെ കൊമ്പുകളിൽ ഞങ്ങൾ കൂടുകൂട്ടിയ ആ ഒരു ദിനങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടാകും. ടാലിയോ എന്ന് പറഞ്ഞാൽ കൊമ്പുകൾ. തേരി ടാലിയോമേ, നിന്റെ കൊമ്പുകളിൽ, ജബ് എപ്പോഴാണോ, ഹമാര ആശിയാൻത, ഞങ്ങളുടെ കൂടുകൂട്ടൽ ഉണ്ടായിരുന്നത്, അത് നിനക്കറിയാം. ആശിയ പറഞ്ഞാൽ കൂടുകൂട്ടുക. അപ്പോൾ നിന്റെ കൊമ്പുകളിൽ ഞങ്ങൾ കൂട് കൂട്ടിയ ആ ദിനങ്ങളൊക്കെ നിനക്ക് ഓർമ്മയുണ്ടാകും. എന്താ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ സ്പെയിനി എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം, ഒരു കാലഘട്ടത്തിൽ സ്പെയിനി എന്ന് പറഞ്ഞാൽ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ച സാഹിത്യങ്ങളൊക്കെ ഉള്ള, ഇസ്ലാമിക നാഗരികതകളൊക്കെ ഉള്ള വളരെ ഫേമസ് ആയിട്ടുള്ള അറിയപ്പെട്ട സ്ഥലമായിരുന്നു സ്പെയിന്. ഒരുപാട് പണ്ഡിത പ്രതിഭകൾ സ്പെയിനിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് അതില്ല. ഇന്ന് ആ സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യൻസും മറ്റുള്ള സമൂഹമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എങ്ങനെ പാടാൻ കാരണം. ഒരു കാലഘട്ടത്തിൽ സ്പെയിൻ ഉഷാറായിരുന്നു. അന്ന് നമ്മൾ അവിടെ എല്ലാ സ്ഥലങ്ങളിലും മുസ്ലിങ്ങളായിരുന്നു, മുസ്ലിങ്ങളുടെ കൾച്ചറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആലോചിച്ച് ഓർത്തിട്ടാണ് അല്ലാമ ഇക്ബാൽ, ഈ കവി, പറയുന്നത് സ്പെയിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് മുമ്പത്തെ ആ പ്രതാപം ഇങ്ങനെ പറയാണ്, മുസ്ലിങ്ങളുള്ള സമയത്തുള്ള ആ പ്രതാപം. ഇന്ന് അത്ര തന്നെ ഇല്ല സ്പെയിനിൽ കേട്ടോ. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് എന്ന് പറയുന്നത്. പിന്നെ കൂട് കൂട്ടാന്നൊക്കെ പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ അവിടെ വസിക്കുക, അവിടെ താമസിക്കുക, അവിടുത്തെ വായുവും എല്ലാം ശ്വസിച്ച് സന്തോഷത്തോടു കൂടെയും ആത്മനിർവൃതിയോടുകൂടെയും ജീവിച്ച കാലഘട്ടങ്ങൾ. അതാണ്, മനസ്സിലായല്ലോ. ഹേ മൗജ ദിജില ടൈഗ്രീസ് ഓളമ്മേ, ടൈഗ്രീസിന്റെ തത്തിക്കളിക്കുന്ന ഓളങ്ങളെ, കുഞ്ഞോളങ്ങളെ. ഓളം എന്ന് പറഞ്ഞറിയില്ലേ? ടൈഗ്രീസ് നദിയുടെ ഓളങ്ങളെ. തൂബി പഹ്ചാൻ ഹേ ഹംകോ, തൂബി പഹ്ചാൻ തീ ഹേ, നിനക്കും അറിയാമല്ലോ, ഹംകോ ഞങ്ങളെ, മുസ്ലിങ്ങളെ നിനക്കും അറിയാമല്ലോ. മുസ്ലിം നാഗരികത ഉറങ്ങിക്കിടന്നിരുന്ന മണ്ണാണ് ദിജിലയുടെ മണ്ണ്. മുമ്പ് കുറെ കാലം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ദിജില ഓർത്തെടുക്കും. അപ്പോൾ ഒരു സംസാരശേഷി ഇല്ലാത്ത ഒരാളോട് സംസാരശേഷിയുള്ള ആളിങ്ങനെ പറയുകയാണ്, മനസ്സിലായോ? ദിജിലക്ക് സംസാരശേഷി ഇല്ല, പക്ഷെ അത്രയും വളരെ കാവ്യാത്മകമായി പറയാണ്. ആ ഒരു പ്രതാപം അന്നത്തെ കാലത്ത് നന്നായി മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് സമർത്ഥിക്കാണ് ഈ അല്ലാമ ഇക്ബാൽ. അതിനാണ് അങ്ങനെയൊക്കെ പറയണേ, മനസ്സിലായല്ലോ. ഏ മൗജ ദിജില, ദിജിലയുടെ കുഞ്ഞോളങ്ങളെ. തോബി പഹ്ചാൻ തീഹെ, നിനക്കും അറിയാം, ഹംകോ ഞങ്ങളെ നിനക്കും അറിയാം. പഹ്ചാൻ തീഹെ അറിയാം, ഹംകോ ഞങ്ങളെ നിനക്കും അറിയാമല്ലോ. അബ് തക് ഹെ തേര ദറിയ, അബ് തക് ഹെ തേര ദറിയ, അബ് തക് ഹെ ഇപ്പോഴും നിന്റെ നദി ആകുന്നു, ഇപ്പോൾ വരെ നിന്റെ നദി ആകുന്നു. എന്താണ്? ഹമാര അഫ്സാൻ ഹവാഹെ, അബ് തക് ഇപ്പോഴും തേരാ ദറിയ, നിന്റെ നദി. ദിജലിനോട് പറയാ, ഇപ്പോഴും നിന്റെ നദി ഉണ്ടല്ലോ. ഹമാരെ അഫ്സാന ഹാഹേ, ഞങ്ങളുടെ കഥ പറച്ചിലുകാരനാണ്. ഇപ്പോഴും ഞങ്ങളുടെ ഉറങ്ങിക്കിടക്കുന്ന പ്രതാപത്തെക്കുറിച്ച് അയവിറച്ചു കൊണ്ടിരിക്കാൻ കെൽപ്പുള്ള ജീവസുറ്റ പ്രവർത്തനങ്ങളുടെ പിൻഗാമികളും അനുയായികളുമായിട്ട് ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം ഉണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു, ഞങ്ങളുടെ പ്രപിതാക്കന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏ മൗജ ദിജില, ദിജിലയുടെ കുഞ്ഞോളങ്ങളെ, മുസ്ലിങ്ങളായ ഞങ്ങളെ നിനക്കറിയാം,
കാരണം ഞങ്ങൾ നിൻ്റെ മാറിടത്തിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതാപങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു ദിജ്ലയുടെ മണ്ണിൽ, ദിജ്ലയുടെ നദീതീരത്ത്. അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് ഒരുപാട് വിപ്ലവങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ആ കഥകളൊക്കെ ഇപ്പോഴും ദിജ്ലയുടെ തിരമാലകൾക്ക് കാണാപാഠമാണ്. അവരത് പറഞ്ഞു തരും നമുക്ക്. മനസ്സിലായോ? മനസ്സിലായല്ലേ? മലയാളത്തിൽ തന്നെ ഷോർട്ട് എഴുതി വരാം കേട്ടോ. അസ്സലാമു അലൈക്കും.